നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണാൻ അവൻ ശ്രമിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു. ഈശോയെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലെയാണ് കടന്നു പോകാനിരുന്നത്. ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഈശോ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, എന്നാൽ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ ഈശോയെ സ്വീകരിച്ചു. ഇത് കണ്ടവരെല്ലാം പിറുപിറുത്തു, ഇവൻ പാപിയായ ഒരുവന്റെ കൂടെ താമസിക്കാൻ ചെന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ സ്വത്തിൽ പകുതി ഇതാ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവരോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. എന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ്. നമ്മുടെ 50 നോമ്പ് ആചരണം എങ്ങനെയുണ്ട്? സാധാരണഗതിയിൽ നമ്മളതിനെ വിലയിരുത്തുന്നത് മാംസം ഒഴിവാക്കി, ചിലർ മത്സ്യം ഒഴിവാക്കി, ആഘോഷങ്ങൾ ഒഴിവാക്കി, അതുപോലെ തന്നെ മദ്യപിക്കുന്നവർ ചിലർ 50 നോമ്പിൽ മദ്യപിക്കുകയില്ല, പള്ളിയിൽ തലയിൽ പൂക്കളില്ല, അല്ലെങ്കിൽ നമ്മളുടെ അനുതാപത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കളറാണ് നമ്മൾ ഡെക്കറേഷൻ ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മളുടെ നോമ്പ് ആചരണത്തിൻ്റെ വിജയമായി നമ്മൾ കണക്കാക്കുന്നു. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് ഇതൊന്നുമല്ല. ഇതൊക്കെ നല്ലതാണ്, പക്ഷേ ഇതെല്ലാം ഉപരിയായിട്ട് ഹൃദയ പരിവർത്തനം ഉണ്ടാകണം. ഹൃദയ പരിവർത്തനം ഉണ്ടായാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സംഭവം നമുക്കൊന്ന് വിലയിരുത്താം. അതായത് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലായി. അദ്ദേഹം അവസാനമായിട്ട് ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതിന് പകരം തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അതിനു വേണ്ടിയിട്ട് ജോർദാൻ നദി കടന്ന് ജെറിക്കോ നഗരത്തിൽ പ്രവേശിക്കുന്നു. ജെറിക്കോ അക്കാലത്ത് വളരെ നല്ല ബിസിനസ്സുള്ള ഒരു വലിയ പ്രദേശമാണ്. അപ്പോൾ അവിടെ നികുതി പിരിക്കുന്നു. റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി യഹൂദന്മാരിൽ നിന്നൊക്കെ നികുതി പിരിക്കുന്ന ആളുകളിൽ നിന്ന്, ചുങ്കക്കാരിൽ നിന്ന് അവരുടെ ഏറ്റവും ഉന്നത സ്ഥാനീയനായ അവരുടെ പ്രധാനനും ധനികനുമായിരുന്ന സക്കേവൂസിനെ കുറിച്ചാണ് ഇവിടെ പറയുക. ഇപ്പൊ സക്കേവൂസ് അന്നത്തെ കാലത്ത് നികുതി പിരിക്കുന്നതിന് നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ വരുമാനത്തിന്റെ കൊടുക്കണമെങ്കിൽ. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഗവൺമെന്റുമായിട്ട് കോൺട്രാക്ട് കൊടുക്കും, ഞാൻ ആളുകളിൽ നിന്ന് ഇത്ര എമൗണ്ട് എല്ലാവരും പിടിക്കുകയാണ്, ഇത്ര എമൗണ്ട് ഞാൻ കളക്ട് ചെയ്ത് തരാം. പക്ഷെ അവരോട് കളക്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. അവർക്ക് അവരുടെ മസിൽ പവർ പോലെ അവർക്ക് എന്തുമാത്രം വേണമെങ്കിലും ആൾക്കാരെ പിരിക്കാം. അതുകൊണ്ട് ആൾക്കാരെല്ലാം വെറുക്കുന്ന ആളുകളാണ് ഈ ചുങ്കക്കാർ. പ്രത്യേകിച്ച് വിജാതീയരായ റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി നികുതി പിരിക്കുന്ന ഈ ചുങ്കക്കാരെ യഹൂദന്മാർ വെറുത്തിരുന്നു, അവരെ പാപികളായി കണക്കാക്കിയിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ചുങ്കക്കാരനായ അവരിൽ തന്നെ പ്രധാനിയാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം അതിന് വീതം കിട്ടും. അതുകൊണ്ട് അവൻ വളരെ സമ്പന്നനാണ്. പക്ഷേ അവനെന്തോ ഒരു ശൂന്യത തോന്നുന്നുണ്ട്. സമ്പത്തെല്ലാം ഉണ്ട്, പക്ഷേ എപ്പോഴും അവൻ്റെ മനസ്സിനൊരു സമാധാനമില്ല. അപ്പോഴാണ് ആളുകൾക്ക് സമാധാനം കൊടുക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്ന യേശു അതിലെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഈശോ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് അവന് അവിടെ ചെല്ലുക. പക്ഷേ അവിടെ വലിയ പ്രതിബന്ധമാണ്. ഒന്നാമത് യഹൂദന്മാർ പലരും ഈ പാപിയായ ചുങ്കക്കാരനെ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല. രണ്ടാമത് അവന് പൊക്കക്കുറവാണ്. അത് അവൻ്റെ ശാരീരികമായ പൊക്കക്കുറവ് മാത്രമല്ല, ആത്മീയമായ പൊക്കക്കുറവുമുണ്ട്. ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത് താനൊരു പാപി ആയതുകൊണ്ട് ഈശോയുടെ അടുത്ത് ചിലപ്പോൾ ഈശോ പരസ്യമായിട്ട് നീ പാപിയല്ലേ എന്നൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള ഭയം കാണാം. എന്തായാലും അതുകൊണ്ട് ഇവനെ ഈശോ ശ്രദ്ധിക്കേണ്ട, മറ്റുള്ളവരുടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ മുമ്പേ ഓടുകയാണ്. അപ്പോൾ ഒരു ധനികനായ ഒരു മനുഷ്യൻ ഓടുക, മരത്തിന് മുകളിൽ കയറിയിരിക്കുക എന്നൊക്കെ പറയുന്നതിന് അപമാനകരമാണ്. എങ്കിലും അവൻ അതൊന്നും പരിഗണിക്കുന്നില്ല. അവൻ സിക്കമോർ മരം എന്ന് പറയുന്നത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നല്ല തണൽ വൃക്ഷമാണ്. അതിന് മുകളിൽ കയറിയിരിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അവന് അവിടെ ആ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. പക്ഷെ ഈശോ അതിലെ വരുമ്പോൾ ഈശോ ധാരാളം ആളുകളുണ്ട് എങ്കിലും അവനെ പ്രത്യേകമായിട്ട് നോക്കിയിട്ട് ഈശോയെ അവനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ഈശോ എങ്ങനെയാണ് അവന്റെ പേര് അറിഞ്ഞത്? അത് ഈശോയുടെ ദിവ്യമായ ശക്തി കൊണ്ടായിരിക്കാം. അവന്റെ പേര് ചൊല്ലി വിളിച്ച് സക്കേവൂസേ വേഗം ഇറങ്ങി വരിക എന്നാ പറയുക.
സക്കോസ് ഇനി ഇറങ്ങി വരാനല്ല, വേഗം ഇറങ്ങി വരിക. അതായത് നിന്റെ മാനസാന്തരത്തിന്റെ നിന്റെ ജീവിത പരിവർത്തന സമയമായിരിക്കുന്നു. അതിനി ഒട്ടും താമസിക്കാൻ പാടില്ല. ഈശോ നമ്മളോട് പറയുന്നതാണ്, വേഗം ഇറങ്ങി വരിക അതിന്റെ അടുക്കലേക്ക്. അങ്ങനെ വരുമ്പോൾ അവൻ സന്തോഷത്തോടുകൂടി തിടുക്കത്തിൽ ഇറങ്ങുമെന്നാണ് പറയുക. കാരണം അവനപ്പോൾ പ്രത്യേകമായ ഒരു ആവേശമായി. കാരണം മറ്റുള്ളവർ ഒരുപാട് നീതിമാന്മാരെല്ലാം ഉണ്ട്, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. പക്ഷെ ഇത്ര ദിവ്യനായ ഈ രക്ഷകൻ എന്നോട് വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹത്തോടെ നാളെ ഇറങ്ങി വരുമ്പോൾ ഈശോ പറയുകയാണ്, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ ഈശോയെ ക്ഷണിക്കുന്നില്ല, അവനതിന് അർഹനല്ലെന്ന് അവനറിയാം. പക്ഷെ ഈശോ അങ്ങോട്ട് പറയുകയാണ്, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇതൊരു ദൈവ നിയോഗമാണ് ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ ചെല്ലുക എന്നുള്ളത്. അപ്പൊ അത് അവന്റെ വീട്ടിലേക്ക് ഈശോ പോകുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവരെല്ലാം പിറുപിറുക്കുകയാണ്. ചില ആളുകൾ മാനസാന്തരപ്പെടുമ്പോൾ മറ്റുള്ളവർ പിറുപിറുക്കും, കാരണം മറ്റുള്ളവർ പരിഹസിക്കും, പുച്ഛിക്കും. പക്ഷെ സക്കോസ് അതൊന്നും ഗൗനിക്കുന്നില്ല. അവന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ അവന്റെ അതിഥികളായിട്ട് മറ്റുള്ളവരൊക്കെ വരുന്നതെല്ലാം അവന്റെ കൂടെയുള്ള ചുങ്കക്കാര് പാപികളായ ആളുകളാണ്. പക്ഷേ അങ്ങനെ വരുന്ന അവസരത്തിൽ അവന് തന്നെ സ്വയമായിട്ടൊരു തീരുമാനമെടുക്കുകയാണ്. ഇപ്പൊ ചിലവരോടൊക്കെ പിന്നീട് ചോദിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ വിഷമമാണ്, കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാൽ ചില ആൾക്ക് നേരെ മറിച്ച് സ്വമനസ്സാരെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ സന്തോഷമുണ്ട്. അത് നോമ്പാചരണത്തിനാണെങ്കിലും സഭ നിർബന്ധിക്കുന്നതോട് ഞാൻ ഉപവസിക്കുന്നു, അല്ലെ മാംസോദനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് വിലയില്ല. പക്ഷെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ സ്വയം തീരുമാനമെടുത്ത് ചെയ്യുന്നതിലാണ് വിലയുള്ളത്. അതുകൊണ്ട് ഇവൻ സ്വമനസ്സാരെ പറയുകയാണ്, എന്റെ വസ്തുവിൽ പകുതി ഞാൻ നേതൃത്വം ദാനം ചെയ്യുന്നു. അപ്പൊ എൻ്റെ ഒരു വസ്തുവിന്റെ ഒരു ചെറിയ വീതം ഞാൻ കൊടുക്കാമെന്നല്ല, എന്റെ വസ്തുവിന്റെ പകുതി ഞാൻ നേതൃത്വം ദാനം ചെയ്യുന്നു. കാരണം അവനറിയാം ഈ സമ്പത്തെല്ലാം വെച്ചിട്ടും അവന് സുഖിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്വത്തിന്റെ പകുതി ഞാൻ നേതൃത്വം ദാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സമ്പന്നന്മാരോട് ഈശോ പറഞ്ഞത്, നിന്റെ പ്രശ്നം നിന്റെ സമ്പത്താണ്. സമ്പന്നൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക പ്രയാസമാണ്, ഒട്ടകം സൂചിക്കോഴിലൂടെ കടന്നു പോകുന്ന പോലെ. കാരണം അവന്റെ ദൈവം അപ്പോൾ സ്വർഗമായി ഈ സമ്പത്തായി മാറുന്നു. സമ്പത്ത് സമാഹരിക്കാൻ വേണ്ടി ഏത് അക്രമവും ഏത് കള്ളത്തരങ്ങളും കാണിക്കുകയും ചെയ്യും, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ചെയ്യും. ഇവിടെ ഇവ പറയുന്ന എന്റെ വസ്തു പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. അവിടെ കൊണ്ടവ നിൽക്കുന്നില്ല. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. അതാണ് യഹോവ നിയമം. അതായത് നീ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി കൊടുത്താലേ ഉള്ളൂ അതിന് പരിഹാരമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കും. അതാണ് അവന്റെ നോമ്പാചരണം. ഇതാണ് നമുക്ക് പറയാൻ പറ്റേണ്ടത്. ഞാൻ എന്റെ വസ്തു പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു ഇത് പറഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാകും. ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നോമ്പാചരണം അർത്ഥപൂർണമായി. അപ്പൊ ഈശോ പറയും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് സക്കേവൂസിന് രക്ഷ ലഭിച്ചിരിക്കുന്നല്ല പറഞ്ഞത്. ഈവൻ തട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയ സമ്പത്തിന്റെ മുഴുവൻ ഗുണം അനുഭവിച്ച കുടുംബാംഗങ്ങൾ മുഴുവൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. കാരണം അപ്പൻ അല്ലെ അമ്മ കള്ളത്തരം കാണിച്ച് ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അനുഭവിക്കുന്ന ജീവിത പങ്കാളിയും മക്കളും എല്ലാം അതിന്റെ ദുരിതവും അനുഭവിക്കും. എന്നാൽ ഈ അപ്പനുണ്ടാകുന്ന മാറ്റം, അതിന്റെ അനുഗ്രഹം, അപ്പൻ ചെയ്യുന്ന നന്മയുടെ അനുഗ്രഹം ആ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ലഭിക്കും. ഇനി നമ്മൾ ആലോചിക്കുക, എങ്ങനെയുണ്ട് നമ്മുടെ നോമ്പാചരണം? സക്കേവൂസിനെ പോലെ ചിലപ്പോൾ നമുക്ക് എന്തെല്ലാം നേടിയാലും നമുക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ആ ശൂന്യത ഈശോയെ കൊണ്ട് നിറയ്ക്കണം. ആ ശൂന്യത നമുക്ക് നഷ്ടപരിഹാരം ചെയ്തുകൊണ്ട് നമുക്ക് നേടുവാനായിട്ട് സാധിക്കണം. നമ്മുടെ പാപം, നമ്മുടെ സമ്പത്ത്, മറ്റുള്ളവരോടുള്ളതായ വെറുപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതാ മനോഭാവം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ മുള്ളുകളായി നിൽക്കും. സക്കേവൂസിനെ പോലെ ഈശോയെ അന്വേഷിക്കാൻ, ദേവാലയത്തിൽ വരുവാൻ, ധ്യാനങ്ങളിൽ പങ്കുചേരുവാൻ, ബൈബിൾ വായിച്ച് പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഈശോ പറയും, തിടുക്കത്തിൽ ഇറങ്ങി വരാൻ പറയും. അപ്പൊ സക്കേവൂസിനെ പോലെ നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള മനോഭാവം, ആരോടെങ്കിലും അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിൽ അവർക്ക് അത് പരിഹാരം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്രീഡിയാണോ, നമ്മൾ സമ്പത്തിലാണോ ആശ്രയിക്കുന്നത്, അതോ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കി കൊടുക്കുകയാണോ, അതോ മറ്റുള്ളവർക്ക് ആശ്വാസം പകരി കൊടുക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ ഉപസാരിക്കുക മാത്രമാണ് നമ്മുടെ പ്രതീക്ഷിച്ചെടുത്തതെല്ലാം പരിഹാരം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമാണ് നമ്മുടെ നോമ്പാചരണം ഫലപൂർണ്ണമാവുക.